ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കർത്താവ് ഈ ശിഷ്യന്മാർ ചെയ്ത്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് അല്പദൂരം അകന്ന് മാറി, ഒരുപക്ഷെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരിക്കാം, ഒരു പാറയുടെ മുകളിലായിരിക്കാം, യേശു കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവർ ഏത് സമയവും കൂടെയുണ്ട്. അപ്പോൾ ഇവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഇവരെ ഒഴിവാക്കി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. ഇവർ ഒരുപക്ഷെ കൂടാദ്യം പ്രാർത്ഥിക്കാനിരുന്ന് കാണും. 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പലരായിട്ട് മാറിക്കാണും. യേശു ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂറായിട്ടും യേശുവിൻ്റെ പ്രാർത്ഥന തീരുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ പ്രാർത്ഥനയും യേശുവിൻ്റെ പ്രാർത്ഥനയായിട്ടൊരു വ്യത്യാസമുണ്ട്. കാരണം ഒരു ബോറിംഗ് പ്രെയർ അല്ല, ആരെയും കാണിക്കാനല്ല, ജഡത്തിലല്ല. ഒരപ്പൻ്റെ കൂടെ കുഞ്ഞ് സമയം ചെലവഴിക്കുന്നത് പോലെ, ഒരു ഹോളിഡേ ചെലവഴിക്കുന്നത് പോലെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്ന യേശു കർത്താവ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഫരിസേയന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, യോഹന്നാൻ്റെ ശിഷ്യന്മാർക്കറിയാം, എങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ദാവീദിൻ്റെ കൂടെ യുദ്ധവീരന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും രസകരമെന്ന് പറഞ്ഞാൽ ഇടംകൈ കൊണ്ടും വലങ്കൈ കൊണ്ടും എറിയാൻ പ്രാപ്തിയുള്ളവരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് തോക്കൊന്നുമില്ല, എല്ലാവരുടെ കയ്യിൽ ആയുധം പോലുമില്ല, ബോംബില്ല. പിന്നെന്താണ്, പാറക്കല്ലുകൾ, മിനുസമുള്ള പാറക്കല്ലുകൾ എടുത്തിട്ട് 2 തോളത്തും സഞ്ചിയിലിടും, എന്നിട്ട് ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുക. അപ്പോൾ എറിയാൻ പഠിക്കണോ? എറിയാൻ പഠിച്ചവരെയും പരിശീലിച്ചവരെയും പ്രാഗൽഭ്യമുള്ളവരെയുമാണ് സൈന്യത്തിലെടുത്തത്. പ്രാർത്ഥിക്കാൻ പഠിക്കണം. എറിയുന്നത് കാണിക്കാൻ വേണ്ടിയല്ല, ഷോ ഓഫിനല്ല, എറിഞ്ഞ് ശത്രുവിനെ വീഴ്ത്താനാണെങ്കിൽ പ്രാർത്ഥന പഠിക്കേണ്ടത് ലാംഗ്വേജിലല്ല, സാഹിത്യത്തിലല്ല, ലിറ്ററേച്ചറല്ല, പിന്നെയോ പ്രാർത്ഥന ഉയരത്തിലെത്തണം. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിലെത്താൻ തക്കവണ്ണമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വചനമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു എന്ന് സങ്കീർത്തനങ്ങളിലുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ലോർഡ്സ് പ്രയർ എന്ന് നമ്മൾ പറയുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന പറഞ്ഞപ്പോൾ അതുപോലെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഒരിക്കലും ഉദ്ദേശിച്ചില്ല. മറിച്ച് പ്രാർത്ഥന, ഞാൻ ഇത്ര നേരം പ്രാർത്ഥിച്ചത് അതിൻ്റെ ബേസ് ഇതാണ്. ഞാൻ എൻ്റെ അപ്പനോടാണ് പ്രാർത്ഥിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് മടുപ്പ് തോന്നാഞ്ഞത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ തക്കവണ്ണം എനിക്ക് പ്രാഗൽഭ്യമുണ്ടായി. 2, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിശുദ്ധീകരണമെന്നല്ല, ദൈവത്തിൻ്റെ നാമം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധമാകണം. ഇപ്പോൾ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ എഴുതി വെച്ചാൽ, നമ്മുടെ വീടിന് മുമ്പിൽ എഴുതി വെച്ചാൽ, അതിൻ്റെ അർത്ഥം അത് യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടെന്നാണ്. യഹോവയ്ക്കായി ഞാൻ വേർതിരിയുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. ദൈവരാജ്യ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഭൂമിയിലിരിക്കുന്ന എനിക്ക് ദൈവ ഇഷ്ടത്തിൽ ചലിച്ചാൽ സ്വർഗീയ അനുഭവത്തിൽ ചലിക്കാം, ജീവിക്കാം. അടുത്തത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. എന്തിനാണ് എഴുതിയത്? 2 കാര്യങ്ങളാണ്. 1, ദിവസവും ചോദിച്ച് മേടിക്കുക. 2, ദിവസവും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം. 3, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആത്മീയം മാത്രമല്ല, ഭൗതികവും അതിലുണ്ട്. നീ കഴിക്കാൻ ആഹാരം വേണ്ടേ, ഉടുക്കാൻ വസ്ത്രം വേണ്ടേ, കിടക്കാനൊരു വീട് വേണ്ടേ, കടമില്ലാതെ ജീവിക്കണ്ടേ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? ഇത് പ്രാർത്ഥിക്കാം. അടുത്തത്, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. അവിടെ വലിയൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് നമുക്ക് ആദ്യകാലങ്ങളിൽ ഇതൊരു കെണിയായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ
പഞ്ചായിട്ടെടുത്തത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പാടുപെടുന്ന വിഷയമാണ്. എന്നാൽ അങ്ങനെയല്ല, മറ്റുള്ളവരോട് ക്ഷമിക്കാനൊരു ഓപ്ഷൻ തന്നിട്ട് പറയാണ്, ക്ഷമിക്ക്, ഞാൻ നിൻ്റെ പാപം ക്ഷമിക്കാം. മോശയുടെ ന്യായപ്രമാണം 10 കൽപ്പന തന്നപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് ഈ 10 കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ള ഒറ്റ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ 10 കൽപ്പനയും പ്രമാണിക്കാൻ പരിശ്രമിക്കുന്നവന് മനസ്സിലാകും, എനിക്കിത് പ്രമാണിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ കുറവുകളുണ്ടാകും. അഥവാ ആരെങ്കിലും പ്രമാണിക്കുന്നുവെന്ന് തോന്നുന്ന പരിസേയന്മാരുണ്ടെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് മത്തായി 5:6-7 ഈ പ്രമാണത്തെ കുറച്ചുകൂടെ ഒന്ന് വിവരിച്ചു കൊടുത്തത്. കൊല ചെയ്യരുത് എന്നെഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ ആ പ്രമാണം എഴുതിത്തന്ന ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകി. അപ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം കൽപ്പന പ്രമാണിക്കാൻ കഴിയാതെ വരുന്ന നിസ്സഹായനായ, സത്യസന്ധനായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന, പരമാർത്ഥത ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ നിലവിളിക്കും, ദൈവമേ എനിക്കിത് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഇതേ ഒരു ഓപ്ഷനുണ്ട്. ഇതേപോലെ ബലഹീനനായ ഒരു മനുഷ്യനാണ് നീ തെറ്റുകാരനെന്ന് പറയുന്ന നിൻ്റെ അയൽക്കാരൻ, നിൻ്റെ കൂട്ടുകാരൻ. നീ അവൻ്റെ കുറവ് കാണുമ്പോൾ നീ നിന്നെ തന്നെ കാണണം, അവനോട് നീ ക്ഷമിക്കണം. ക്ഷമിച്ചാൽ നിൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കാം, തൂമഞ്ഞുപോലെ വെണ്മയുള്ള ഹൃദയമാക്കി നിന്നെ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ വീടുകളിലായാലും സഭകളിലായാലും എപ്പോഴും പ്രാർത്ഥന തന്നെ. പ്രാർത്ഥിക്കുന്നവൻ കേൾക്കേണ്ടി വരുന്നൊരു കംപ്ലൈൻ്റാണ്, നിങ്ങൾ ഏത് നേരവും പ്രാർത്ഥന, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? ഒന്നും ചെയ്യണ്ടേ? ഇങ്ങനെ സമയം വേസ്റ്റാക്കിയാൽ മതിയോ? ദൈവപുത്രൻ വന്ന് 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത്, എന്നാൽ 30 വർഷം അങ്ങ് പ്രാർത്ഥിച്ചിട്ട് 3.5 വർഷം ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഈ 3.5 വർഷത്തെ ശുശ്രൂഷാകാലത്തിലും അധിക സമയം പ്രാർത്ഥിക്കാൻ എടുത്തെങ്കിൽ, പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടി ലീവ് എടുക്കുന്നത്, പ്രാർത്ഥന മുടങ്ങിയതിൻ്റെ പേരിൽ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നഷ്ടമല്ല, മണ്ടത്തരമല്ല, അത് ദൈവത്തിന് ഇഷ്ടമാണ്. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ലോകത്തെവിടെയെങ്കിലും, റൂമിലാകട്ടെ പുറത്താകട്ടെ ജോലി സ്ഥലത്താകട്ടെ, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അത് ദൈവം നോട്ട് ചെയ്യുന്ന കാര്യമാണ്, ദൈവം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥന എവിടെ നിന്നുയരുന്നോ അതിന് കേൾക്കാൻ ദൈവത്തിൻ്റെ ചെവിയുണ്ട്. എവിടെ ഒരുത്തൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്നു അത് കാണാൻ ദൈവത്തിന് കണ്ണുകളുണ്ട്. കാരണം ദൈവത്തിന് പ്രാർത്ഥന ഇഷ്ടമാണ്. കുറച്ചുകൂടെ ആത്മീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ സംഭവിക്കണമെങ്കിൽ ദൈവം ആരെങ്കിലും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ദൈവത്തിന് അങ്ങനെയാണ് ഇഷ്ടം. മനഞ്ഞവനോട് മനയപ്പെട്ടത് നീ എന്നെ ഇങ്ങനെ മനഞ്ഞതെന്ത് എന്ന് ചോദിക്കരുത്. ജനിപ്പിച്ച അപ്പനോടും അമ്മയോടും നീ ഞങ്ങളെ ജനിപ്പിച്ചതെന്തെന്ന് ചോദിക്കുന്നവനയ്യോ കഷ്ടം. സൃഷ്ടാവിനോട് വാദിക്കാൻ സൃഷ്ടിയെ നിനക്ക് അധികാരമില്ല, അത് കഷ്ടമാണ്. മറുവശത്ത് താഴ്മയോടെ ഇരുന്നാൽ എന്തിനെന്ന് അവൻ പറഞ്ഞു തരും, അവിടുന്ന് വെളിപ്പെടുത്തി തരും. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നു. എത്ര നേരം പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രയും പ്രാർത്ഥിച്ചാൽ അത് പ്രസാദം. രണ്ടാമത്, പ്രാർത്ഥനയുടെ ഒരു ലെവൽ ഓരോ ദിവസവും വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ടൈമിൽ മാത്രമല്ല. ഒരു ദൈവദാസൻ പറഞ്ഞത് ക്വാണ്ടിറ്റി മാത്രമല്ല, ക്വാളിറ്റിയിലും കൂടെ പ്രാർത്ഥന വർദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ, ഞാനൊരു 6 മണിക്കൂർ പ്രാർത്ഥിച്ചു, 10 മണിക്കൂർ പ്രാർത്ഥിച്ചെന്നുള്ള ആ ഒരു മാനസിക സന്തോഷം മാത്രം പോരാ. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന നിലയിലേക്ക്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിലയിലേക്ക്, പ്രാർത്ഥനയിൽ ആത്മമണ്ഡലത്തിൽ ചരിക്കുന്ന നിലയത്തിലേക്ക് നമ്മൾ ഉയരണം. ഉദാഹരണത്തിന് ഈ ചന്ദ്രയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ പര്യവേഷണം, ചന്ദ്രനിലേക്ക് ഒരു പേടകം വിട്ടതുപോലെ അതിൻ്റെ മോഡല് കുട്ടികൾ സ്കൂളിലുണ്ടാക്കുന്നു. ആ മോഡലുണ്ടാക്കി നമ്മൾ വെച്ചിരിക്കുന്നു, ആ റോക്കറ്റിനുണ്ടാക്കുന്നു, അവിടെ പോകേണ്ട പേടകം ഉണ്ടാക്കി വെക്കുന്നു, സ്വിച്ചുകളുണ്ടാക്കുന്നു,
എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ അതുപോലെ തന്നെ ഇരിക്കും, പക്ഷേ പോകത്തില്ല, ചലിക്കത്തില്ല. കാരണം അതിനതൊരു മോഡൽ മാത്രമാണ്. അവർ തടി കൊണ്ടും മെറ്റൽ കൊണ്ടും ഹാർഡ് ബോർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. പ്രയറിൻ്റെ ആദ്യത്തെ ലെവൽ അങ്ങനെയാകാം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മണ്ഡലത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത കണക്കുള്ള പ്രയറാകാം. പ്രയറിൽ ഉയരുന്തോറും ഈ മോഡല് ജീവനുള്ളതാകുന്ന പോലെ, അതിൽ തീ കൊടുക്കുന്നത് പോലെ, അത് ഒറിജിനലായിട്ട് ആകാശമണ്ഡലത്തിലേക്ക് ഉയരുന്നത് പോലെ, ചന്ദ്രനാണ് ലക്ഷ്യമെങ്കിൽ ചന്ദ്രനിൽ എത്തിച്ചേരുന്നത് പോലെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗത്തിലെത്തത്തക്കവണ്ണം, ദൈവസന്നിധിയിലെത്തത്തക്കവണ്ണം പ്രാർത്ഥനയിൽ ഒരു വർധനവ് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുപിൻ. അത് 3 ലെവലാണ്. യാചിക്കുക, അതെല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. ആർക്കും യാചിക്കാം. പ്രാർത്ഥനക്കാരെന്നാൽ ഏത് മനുഷ്യനും യാചിക്കാം, അവന് കിട്ടും. എന്നാൽ യാചിക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ തരുന്ന ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്ന അടുത്ത ലെവലാണ്. അതെവിടെ അന്വേഷിക്കുന്നത്? അത് ബൈബിളിലാണ് അന്വേഷിക്കുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നതിന് അടുത്ത ലെവലാണ്. അത് കുറേ കൂടെ ജീവനുള്ളതായി മാറുകയാണ് യാഥാർത്ഥ്യവുമായിട്ട്. ഫിസിക്കൽ മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന കണക്ക് സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ളവരുടെ കാര്യവും രാജ്യങ്ങളുടെ കാര്യവും ദേശങ്ങളുടെ കാര്യവും പ്രകൃതിയുടെ കാര്യത്തിലുമൊക്കെ ഇടപെടുന്ന കണക്ക് വരികയാണ്. മുട്ടുക എന്ന് പറയുമ്പോൾ ആ ഡെസ്റ്റിനേഷനിലെത്തി, വാതിലിന് പുറത്തെത്തി. മുട്ടിയാൽ അകത്ത് കേൾക്കുന്നു, അകത്തുനിന്ന് പറയുന്ന ആളുടെ സ്വരം പുറത്ത് കേൾക്കുന്നു. അത്ര അടുത്തെത്തി. ഹല്ലേലൂയ. കുറച്ചുകൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബന്ധത്തിലൊരു വർധന വരികയാണ്. ആദ്യം യാചിക്കുന്ന ബന്ധമൊന്നുമില്ല. ഭിക്ഷക്കാരാണ് യാചിക്കുന്നത്, ബന്ധമില്ല. അന്വേഷിക്കുന്നത് അന്വേഷകരാണ്, അവിടെ ബന്ധം വരുന്നില്ല. മൂന്നാമത് മുട്ടുന്നത് നമ്മുടെ ഉപമയിൽ പറയുന്നത് സ്നേഹിതൻ്റെ വീടിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ബന്ധത്തിലേക്ക് വരികയാണ്. പ്രാർത്ഥന വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവവുമായിട്ടൊരു ബന്ധം വർദ്ധിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം സൈഡിൽ നിൽക്കുമ്പോൾ മറുവശത്ത് സർവജ്ഞാനിയായ സ്നേഹമായ ദൈവം ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞ് എന്നോട് കൂടുതൽ അടുക്കണം. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ലേറ്റാക്കുന്നതും അതുവേണ്ടിയാണ്. കാരണം ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി. ദൈവം സ്നേഹം തന്നെ. ലേറ്റായ പല പ്രാർത്ഥനകൾക്കും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത്. ദൈവത്തിന് വേറെ ഒരു ഉദ്ദേശം, നല്ല ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷിക്കുക. കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും. ആമേൻ.